നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മാഡോക്ക് ഫിലിംസിൻ്റെ സ്ത്രീ യൂണിവേഴ്സ്, അതായത് ഹൊറർ കോമഡി യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ അഡീഷനുള്ള തമ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം വരുന്നുണ്ട്. ആയുഷ്മാൻ ഖുറാന, രശ്മി മന്ദനൊക്കെ അഭിനയിക്കുന്ന ഒരു സിനിമയാണ് ഇത്. എനിക്ക് തോന്നുന്നൊരു ഒരു വാമ്പയർ ബേസ്ഡ് പടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. സോ നമുക്ക് അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. വന്നിട്ട് കുറച്ച് നേരമേ ഉള്ളൂ. നമുക്ക് ആ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം. തും ബേതാൾ ഹോ. ഓ, നവാസുദ്ദീൻ സിദ്ദിഖി പുള്ളി നേരത്തെ ഇല്ലായിരുന്നു അതിനകത്ത്? ഇല്ല. मैं भी तुम्हारी तरह एक किस्मत कमा रहा हूँ। बरसों से एक बेचारा म्यूजिक सर मेरी यहाँ फटी पड़ी है, आप शायरी फेल रहे हो। तेरी 1 मिनट में पड़ गई, यहाँ बरसों से फट फट की गुफा हो गई। നവ്യങ്കർ എന്താണ് ഇവർ ഉപയോഗിക്കുന്നത്? അണ്ണൻ വേതാളമാണോ? അതാണ് ഇവിടെ പുറത്ത് കയറിയിരിക്കുന്നത്. मुझे क्या हो गया? आज अलग सा लग रहा है। मेरी पल्स, मेरी हार्ट बीट फील नहीं हो रही है। अब मैं क्या करूंगा? मेरी लाइफ, मेरे एम्बिशन सब खत्म। राजू को चावल कैसे खाऊंगा? एक नाटक मत करो, कुछ नहीं हुआ तुम्हें। क्रेजी हो गए तुम। ये हमारा लड़का नहीं है। तेरे दांत दिखा गोयल, तेरे पंचिंग मशीन जैसे दांत दिखा। तहकीकात करने आए हैं। पुलिस के लिए तो मैं कुछ भी कर सकता हूँ। क्या किया आपने पुलिस के लिए? सिंघम 8 बार देखिए सर। मुझे जाना ही होगा लोग, मेरी वजह से तुम्हें भी खतरा हो सकता है। യൂണിവേഴ്സ് വലുതാക്കുമല്ലേ? साथ में मरने का मेरा कोई इरादा नहीं है। सब तो जी लेते हैं। ഒക്ടോബർ 21 रह नहीं सकती, ദിവാലി. हमारी दुनिया बहुत अलग है। लप्पू सा लोग जिंगुर सा लड़का, इसमें है क्या? चुप रहो, हीरो लगता है लड़का मेरा। ഇത് തന്നെ ഇത് കുറച്ച് അധികം കാണാൻ തോന്നും. ഓ, അത് മറ്റേ പടത്തിലുള്ള അല്ലേ? ബേദിയ. തമ്മാന്നാണോ? Don't worry, son. Hand of God is with you. ഒരു മൂഞ്ചിയിലുണ്ടായിരുന്നു, മൂഞ്ച. अंडे का ऑमलेट बन सकता है, पर क्या ऑमलेट का अंडा बन सकता है? मुझे पता नहीं, मैं तो वेजिटेरियन हूँ। ആക്ച്വലി നമ്മുടെ സത്യനായൻ്റെ ക്യാരക്ടർ മൂഞ്ച എന്ന് പറഞ്ഞ ഒരു പടത്തിലുണ്ടായിരുന്നു. അത് കണ്ടില്ല. അതിലുണ്ടായിരുന്ന ക്യാരക്ടറാണ്. പരിപാടി ഇവരുടെ കോമഡി, ഹൊറർ കോമഡി പരിപാടിയാണ്. പക്ഷേ എനിക്കൊന്ന് സ്ത്രീക്കകത്തെ കോമഡി കുറച്ചുകൂടെ നാച്ചുറൽ. ഇതിങ്ങനെ തമാശ സീൻ എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട്. ഇത് ഇവ കുറച്ചുകൂടെ വേറൊരു മൂടാന്ന് തോന്നുന്നു. മൊത്തത്തിൽ വിഷ്വലി ഒരു രസമുണ്ട്, ഭയങ്കര ഒരു ലുക്ക് ഉണ്ട് പടത്തിന്. ഈ പടം കാണുമ്പോൾ ഈ പടത്തിന്റെ നവാസുദ്ദീൻ സിദ്ദിഖിയുടെ ക്യാരക്ടറൊക്കെ വില്ലനാണെങ്കിലും ഭയങ്കര കോമിക്കൽ വില്ലൻ ലൈനാണ്. വില്ലനായിട്ടാണല്ലേ. ഇവന്റെ ലുക്ക് രസമുണ്ട്. നമ്മുടെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ കോട്ടൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ആയുഷ്മാൻ ഖുറാന. പിന്നെ മാഡോക്കിന്റെ കഴിഞ്ഞ പടം അത്ര നല്ല അഭിപ്രായം അല്ലാത്തതുകൊണ്ട് അത് പരംസുന്ദരം, അത് ഇതുമായിട്ട് ബന്ധമില്ലല്ലോ. അത് അവരുടെ ഒരു പ്രൊഡക്ഷൻ. സോ അപ്പോൾ ഈ സിനിമ ദിവാലി റിലീസാണ് ഒക്ടോബർ 21. ഞാൻ ഇവരുടെ ഈ യൂണിവേഴ്സിലുള്ള എല്ലാ സിനിമയും കണ്ടാണ്. എനിക്ക് പേഴ്സണലി എനിക്കത് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. രസമുള്ള പടമാണ്. ഇതെല്ലാം ഒരു പോപ്കോൺ എൻ്റർടൈനർ വൈബാണ് ഇവർക്ക്. ഈ മറ്റേ വെയർവൂൾഫ് മറ്റേ പടമല്ലേ നമ്മുടെ ബേഡിയ. വേറെ ക്യാരക്ടേഴ്സ് ഉണ്ടോ വെയർവൂൾഫായിട്ട്? വേറെ ഇല്ല, ബേഡിയ ആണ് വന്നിരിക്കുന്നത്. ആണോ? അത് തന്നെയാണ് ആ ലിങ്ക് ഇതിനകത്ത് ഉണ്ടാവും. ബേഡിയ സ്ത്രീ, മൂഞ്ചിയിലെ ക്യാരക്ടറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അദ്ദേഹം. പിന്നെ ഇത് ബേഡിയ ഉണ്ട്. അപ്പോൾ ഒക്ടോബർ 21 പടം റിലീസാണ്. നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ പടത്തിൻ്റെ ട്രെയിലർ ട്രെയിലറാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ടീസർ നേരത്തെ കണ്ടിട്ടില്ല. സോ അപ്പോൾ നമുക്ക് ഇനി റിലീസേ ഉള്ളൂ അല്ലേ? 1 മാസം സമയമുണ്ട്. ഒരു പാട്ടും കൂടെ ഇറങ്ങി, ആ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പടത്തിൽ. സോ നമുക്ക് നോക്കാം. കണ്ടിട്ട് രസമുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇവരുടെ ഒരു മാഡോക്കിൻ്റെ യൂണിവേഴ്സ് വൈബാണ്.
അത് കണ്ടു നോക്കാം.